ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതും ആ മാനേജറുടെ പണിയായിരിക്കും. അയാൾക്ക് നമ്മളെങ്ങ ഇഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കല്യാണം കഴിഞ്ഞു അയാൾ കരുതിയിരിക്കുന്നത്. അല്ലെങ്കിലും ആ അങ്കിളിനെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ താലി കാണിച്ച് വിശ്വസിപ്പിച്ചില്ലേ? മാഡം, നമ്മളിങ്ങനെ ഒരു റിസോർട്ടില് ഒരു മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്നില്ല. മാഡത്തിന് എന്തേലും ടെൻഷനുണ്ടോ? ടെൻഷനോ? എന്ത് ടെൻഷൻ? ഇതെന്റെ സ്വപ്നമാണ് രാജു. മാഡം എന്താ പറഞ്ഞത്? ഞാനെന്തിനാ ടെൻഷൻ ആവുന്നേ? നമ്മളിങ്ങനെ രാജുവിന്റെ വീട്ടില് ഒരുമിച്ച് താമസിച്ചതല്ലേ? അത് പക്ഷെ വീടല്ലേ. ഇത് റിസോർട്ട്, അത്ര വ്യത്യാസമല്ലേ ഉള്ളൂ. സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും സേഫായി ഇവിടെ. അല്ലെങ്കിൽ രാജുവിന്റെ വീട്. എന്റെ വീട്ടില് എന്നെ കൊല്ലാൻ നടക്കുക അംബികമായി. കണ്ടില്ലേ അവര് ചെയ്യുന്നതൊക്കെ? അവരൊരു ദുഷ്ടയാ രാജു. എനിക്ക് പേടിയാ. അവരെന്നെ എപ്പോഴെങ്കിലും കൊല്ലും. മാഡം വിഷമിക്കാതെ, അങ്ങനൊന്നും ഉണ്ടാവില്ല. മാഡത്തിന് കാവലായിട്ട് ഞാനില്ലേ? പക്ഷെ രാത്രി കാലങ്ങളില് ഇതുപോലെ രാജു എന്നോടൊപ്പം ഇല്ലല്ലോ. ഞാനില്ലെങ്കിലും എന്റെ മനസ്സ് മാഡത്തിനോടൊപ്പം ഉണ്ട്. മാഡം ടെൻഷൻ ആയാലോ, ഒന്ന് പേടിച്ചാലോ, അത് ഈ രാജുവിന് അറിയാൻ പറ്റും. എന്റെ മനസ്സൊന്ന് പിടയ്ക്കും. അതൊരു കാവൽക്കാരന്റെ ആത്മാർത്ഥതയാണെന്ന് മാഡം കരുതിയാൽ മതി. അപ്പോഴും കാമുകനോ ഭർത്താവോ അല്ല, കാവൽക്കാരനെന്ന്. മാഡം, നല്ല മഞ്ഞ, നമ്മൾ വിറയ്ക്കും. വിറയ്ക്കട്ടെ. തണുത്ത് വിറയ്ക്കുമ്പോ പുതച്ചു മൂടി കിടക്കാൻ ഒരു സുഖ. രാജു, അത് കണ്ടോ? കണ്ടു. അതിനെ കാട്ടുനിലാവെന്ന് പറയും. കാട്ടുനിലാവോ? രക്ഷപ്പെട്ടു. നീയൊക്കെ എന്തിനാടാ എന്റെ കാശ് വാങ്ങിച്ച് ഗുണ്ടകളാണെന്ന് പറഞ്ഞ് നടക്കുന്നേ? നീ എത്ര കൊലപാതകം ചെയ്തെന്നാ പറഞ്ഞേ? 3-4 പേരെ കൊന്നിട്ടുണ്ട് മാഡം. എല്ലാം അരുംകൊലകളായിരുന്നു അല്ലേ? ചത്തവരെല്ലാം കൈയും കെട്ടി നിന്ന് തന്നു, നീ അങ്ങ് കൊന്നു അല്ലേടാ? കളിയാക്കാതെ മാഡം. എന്നാ പോയി കണ്ടുപിടിക്കടാ അവരെ. എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കേ. അവരെ കണ്ടെത്താതെ എന്റെ മുന്നിൽ വന്നേക്കരുത്. രാജു, എന്താ മാഡം? രാത്രിയില് ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോ കാട്ടിൽ നിറയെ ഭൂതങ്ങളാണെന്ന് തോന്നും. അതിന് മാഡം ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? എന്തിനാ രാജു ഇങ്ങനെ കളിയാക്കുന്ന? ഭൂതം ഭൂതെന്ന് പലരും പറയും. അവരൊക്കെ ഭൂതങ്ങളെ കണ്ടവരാണോ? ദേഷ്യപ്പെടല്ലേ. കാട്ടില് ഭൂതങ്ങളൊന്നുമില്ല, കാട്ടുമൃഗങ്ങളേ ഉള്ളൂ. ഈ കാടിനകത്തെ എന്തൊക്കെ തരം മൃഗങ്ങളാ രാജു ഉള്ളേ? ഒരു തരം എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആന,
കാട്ടുപോത്ത്, കരടി, പുലി, കാട്ടുമാൻ, മ്ലാവ്. പ്ലാവോ? പ്ലാവും കുന്തിരിക്കൊന്നുമല്ല, മ്ലാവ്. പിന്നെ ചെന്നായ. ഏറെക്കുറെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. പിന്നെ മനുഷ്യമൃഗം അത് ഈ കാട്ടിനകത്തില്ല. ഇനി രാജു ചിരിപ്പിച്ചു കൊല്ലും. രാജു ഇത്രയ്ക്കൊക്കെ തമാശ പറയുന്നു ഞാനിപ്പോഴാ അറിയുന്നു. രാജു, ആ ഗുണ്ടകളാണോ? ഏയ്, ഇതിനകത്ത് താമസിക്കുന്ന അങ്കിളും ഭാര്യയില്ലേ, അവര് ട്രെക്കിങ്ങിന് പോയിരിക്ക. അവര് പോയിട്ട് വന്നതായിരിക്കും. ട്രെക്കിങ്ങിനോ? ഈ ഫോറസ്റ്റുകാരുടെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ പ്രൈവറ്റ് ട്രെക്കിംഗ് ഉണ്ട്. നമുക്കും പോവായിരുന്നു. ആ ഗുണ്ടകളെ പേടിച്ച ഇതിനകത്ത് വന്ന് കയറിയത്. ഇനിയിപ്പോ ആ മൃഗങ്ങളും നമ്മൾ ഓടിക്കുന്നതായിരിക്കും. പാറ്റയെ കാണാനില്ലല്ലോ. രാജുവിനെ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോ പാറ്റയ്ക്ക് നാണം വന്നു. അത് തിരികെ പോയതാ. മാഡം ഇപ്പൊ വളരെ ഹാപ്പിയാ. ഇങ്ങനെയുള്ള ഋതിക മാഡത്തെ കാണാനാ എനിക്കിഷ്ടം. ഞാൻ എന്തുകൊണ്ടാ ഹാപ്പിയെന്ന് രാജുനറിയോ? രാജു എന്നോടൊപ്പം ഉള്ളതുകൊണ്ട്. രാജു, ഈ കാട്ടാനകൾ ഇങ്ങോട്ട് വരുമോ? വരില്ല. ഈ ബംഗ്ലാവിന് ചുറ്റും കിടങ്ങ് കുഴിച്ചിട്ടുണ്ട്. ആനയ്ക്ക് വരാൻ പറ്റില്ല. എന്നാലും എനിക്ക് പേടിയാ. രാജു, നമുക്ക് ഇവിടെ ഇരിക്കാം. രാജു എന്നോട് പേരിക്ക്. രാത്രി ഏറെ വൈകി. മാഡത്തിന് ഉറക്കം വരുന്നില്ലേ? മാഡം കിടന്നോ? എനിക്ക് ഒറ്റയ്ക്ക് കട്ടിൽ കിടക്കാൻ പേടിയാ. രാജു കൂടി എന്റെ അടുത്ത് കിടക്ക്. മാഡം. രാജു എന്റെ അടുത്ത് കിടക്ക്. വാ, കിടക്ക്. മാഡം കിടക്ക്. അകലേ